എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ ഒരു രീതിയിൽ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. നന്നായി വടിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് മൈദയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/3 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഇത് നമുക്ക് 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെ മിക്സായി കിട്ടുന്നതാണ്. 1-2 പ്രാവശ്യം നമുക്കൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് കൊക്കോ പൗഡറും അതുപോലെ തന്നെ മൈദയായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ. ഇനി നമുക്ക് 2 മുട്ട നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിനകത്ത് മുട്ടയൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് മെൽറ്റഡ് ബട്ടർ ചേർത്താലും മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. അങ്ങനെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എണ്ണയും അതുപോലെ തന്നെ വാനില എസൻസും ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കേണ്ടത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഫ്ലേവറും കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള മൈദ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ട്രേയിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ അതുപോലെ അല്പം ബട്ടറും ഇതിന് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ കുറേശ്ശെയായിട്ട് ഇട്ട ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുമിച്ച് എപ്പോഴും ഇടാൻ പാടില്ല. കുറേശ്ശെ ഇട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. 2-3 സ്റ്റെപ്പായിട്ട് നമുക്ക് മൈദ ചേർക്കാം. അതിനകത്ത് ലാസ്റ്റ് മൈദക്കൂട്ടും കൂടി നമ്മളിതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് കേക്ക് മിക്സ് ചേർക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്ക് മിക്സ് ഇരിക്കുന്നത്. അങ്ങനത്തെ കേക്ക് മിക്സൊക്കെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്കാണ് വെക്കേണ്ടത്. 360 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. അങ്ങനെ നമ്മൾ ഓവനിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷയാണ് ചേർക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡിമോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മോൾ വശം കട്ട് ചെയ്ത ശേഷം മുകളിലാണ് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോൾ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മോൾഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് 2 ചോക്ലേറ്റ് ബാർ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഹെവി ക്രീമാണ് ചേർക്കേണ്ടത്.
ഒരു 150 ml നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് മെൽറ്റാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഇതൊരു സോസ് പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷയാണ് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മൾ ചോക്ലേറ്റ് കേക്കിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നന്നായി തണുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ ചേർക്കേണ്ടത്. അങ്ങനെ എന്താ ചോക്ലേറ്റ് ഗണാഷയൊക്കെ എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറി വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഈ ഒരു രീതിയിൽ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.